ഹലോ ഗേസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗേസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NiYaS Pro എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന T10 Ultra എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. 2.09 ഇൻഫിനിറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ്. ഇതിൻ്റെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. റിയൽ ആയിട്ടുള്ള 49mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അലുമിനിയം കേസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് കൊടുത്തിട്ടുള്ളത് സൈലൻറ്റ് ക്രൗൺ ആണ്. അതായത് വലിയ സൗണ്ടൊന്നും ഉണ്ടാവില്ല, ഒരു സൗണ്ട് വരില്ല ക്രൗൺ ധരിക്കുമ്പോൾ. സൈലൻറ്റ് ക്രൗൺ കൊടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് ബഡ്ജറ്റ് മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേസ് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കേസ് തുറക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു യൂസർ മാനുവലാണ്. ഇപ്പം ചൈനീസിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് യൂസർ മാനുവൽ. അതേപോലെ തന്നെ വയർലെസ് ചാർജിങ് കേബിൾ, ഇപ്പോൾ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു മോഡലാണ്. അതേപോലെ തന്നെ ഓറഞ്ച് കളർ ഓഷ്യൻ ലൂപ്പ് സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമ്മുടെ വാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വാച്ചാണ്. അപ്പം ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ സെയിം ആപ്പിൾ വാച്ച് അൾട്രൻ്റെ സെയിം സൈസാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്ക്രീനിലുള്ള ഇത് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ യെസ്, ഇതൊരു ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു വാച്ചാണ്. ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നൊരു മോഡലും കൂടിയാണ്. അപ്പോൾ ബാക്കിൽ റിയൽ ആയിട്ടുള്ള സ്വിച്ചും സ്ക്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്പ്രിംഗ് ലോക്ക് സിസ്റ്റം ഒറിജിനൽ അല്ല. അതായത് കാണാൻ മാത്രമേ ഉള്ളൂ, അത് വർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രൂ ഒറിജിനൽ തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈലൻറ്റ് ക്രൗൺ കാണാൻ സാധിക്കും. അപ്പോൾ കേസ് നമുക്ക് ഈ ഒരു വാച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലോഗോട് കൂടിയാണ് ഈ ഒരു വാച്ച് ഓണായി വരുന്നത്. അപ്പോൾ കേസ് നമുക്ക് ഒരു വാച്ച് ഓണായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യൽ ഫീച്ചറായിട്ട് നൈറ്റ് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നൈറ്റ് മോഡ് വാച്ച് ഫേസിലേക്ക് മാറിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടാപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ അതേപോലെ ഇതിൽ എൻബിൾഡ് ആയിട്ട് ഒരുപാടധികം നല്ല നല്ല വാച്ച് ഫേസ് കളർ ചേഞ്ചോട് കൂടി വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല വാച്ച് ഫേസ് ഇതിൽ എൻബിൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ടച്ച് ചെയ്യുമ്പം നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ആവുന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അടിപൊളി വാച്ച് ഫേസ് ആണ്. സൈലൻറ്റ് ക്രൗൺ ആയതുകൊണ്ട് തന്നെ നല്ല രസത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ സൈലൻ്റ് ആണ്. ഒറിജിനൽ വാച്ചിൽ വരുന്ന ഒരു ക്രൗൺ പോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. താഴെ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കോൾ വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ മെനു സ്റ്റൈൽ ചേഞ്ചിങ്, മ്യൂസിക് കൺട്രോള്, ടോർച്ച് മോഡ്, അതേപോലെ തന്നെ എയറോപ്ലെയിൻ മോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ സ്ലീപ്പ് മോണിറ്ററിങ് കൊടുത്തിട്ടുണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ്. പിന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ഫീച്ചർ ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഫീച്ചറും അടങ്ങിയിട്ടുള്ള അടിയൊരു മോഡലാണ് ഈ ഒരു കാണുന്നത്. ഈ ക്രൗൺ ഉണ്ട്, വളരെ സൈലൻ്റ് ആണ്. നമുക്ക് ഒരു സൗണ്ട് കേൾക്കുകയില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്രൗൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയായിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. പിന്നെ ഓറഞ്ച് ബട്ടൺ കസ്റ്റമൈസബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് തന്നെ സ്പോർട്സ് മോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തിലും ആണെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഓറഞ്ച് ബട്ടണാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെനു സ്റ്റൈൽ വന്നിട്ടുള്ളത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെനു സ്റ്റൈലാണ്. പിന്നെ ഇത് സെറ്റിങ്സിൽ നമുക്കൊന്ന് ബ്രൈറ്റ്നസ് കുറച്ച് കൊടുക്കാം. കാരണം ഇത് ഡിസ്പ്ലേ ക്യാമറയിൽ കാണിക്കുമ്പം ഇത് ബ്ലറാവുന്നുണ്ട്. അപ്പം ബ്രൈറ്റ്നസ് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മുന്നേ വന്നിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിലിരുന്ന മോഡൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്കിത് ഓരോ ഫീച്ചേഴ്സ് നോക്കാം. വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ്, വാട്സപ്പ് നോട്ടിഫിക്കേഷൻസ്. പിന്നെ എല്ലാ വാച്ചിലും ഇല്ലാത്തൊരു ഫീച്ചർ കലണ്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ QR കോഡ്, മെനു സ്റ്റൈൽ ചേഞ്ചിങ്, അതുപോലെ തന്നെ ഡയൽ പാഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ തന്നെ ഡയൽ ചെയ്ത് കോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഫോൺ ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ SOS കോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്യാമറ കൺട്രോൾ, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, അതേപോലെ ബ്രീത്ത് എക്സസൈസ്, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ SPO2 സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ റെഡ് കളർ സെൻസറാണ് ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്പോർട്സ് മോഡുകൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചർ കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി തന്നെയായിട്ട് നമുക്ക് കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോപ്പ് വാച്ച്, സ്ലീപ്പ് മോണിറ്ററിങ് ആൻഡ് ECG സെൻസേഴ്സ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ഇതേപോലുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഹെൽത്ത് സെൻസേഴ്സ് ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഒരുപാട് മെനു സ്റ്റൈൽ ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. ബ്രീത്ത് എക്സസൈസ് പോലുള്ള ഫീച്ചർ ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കിഡ്സ് ഗെയിമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈം പാസിന് വേണ്ടിയിട്ട് നമുക്ക് കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്.
അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കളിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഗ്രാഫിക്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ ഇതിന് സോഫ്റ്റ്വെയർ നല്ലതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗെയിം ഈ ഒരു വാച്ചിൽ ഈ കമൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഗെയിം യൂസ് ചെയ്യാൻ സാധിക്കും. അടിപൊളി തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ മെനു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മെനു സ്റ്റൈലാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു, അതായത് ഒരുപാടധികം നല്ല നല്ല മെനു സ്റ്റൈൽസ് ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 മെനു സ്റ്റൈൽസോളം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ക്രൗൺ റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ മെനു സ്റ്റൈൽ നോക്കാം. ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ മെനു സ്റ്റൈൽ. അത്യാവശ്യം നല്ലൊരു പുതിയൊരു മെനു സ്റ്റൈലാണ്, നല്ലൊരു ആനിമേഷനുള്ള മെനു സ്റ്റൈൽ. നാലാമത്തെ മെനു സ്റ്റൈൽ അപ്പോൾ ഇതേപോലത്തെ ഒരു മെനു സ്റ്റൈലാണ്. അഞ്ചാമത്തെ മെനു സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്, റൗണ്ട് ടൈപ്പാണ്. ഇതൊന്നും കാണാത്ത മെനു സ്റ്റൈലാണ്. ഇത് ആറാമത്തെ മെനു സ്റ്റൈലാണ്. അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 മെനു സ്റ്റൈലാണ് ഈ ഒരു വാച്ചിൽ ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അടിപൊളി തന്നെയാണ്. എല്ലാ മെനു സ്റ്റൈലും കാണാൻ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള മെനു സ്റ്റൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതേപോലെ ക്രൗണ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടും മെനു സ്റ്റൈൽ ചേഞ്ച് ആക്കാവുന്നതാണ് ഈ ഒരു വാച്ചിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സെയിം ആപ്പിൾ വാച്ച് അൾട്രൻ്റെ സെയിം സൈസിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയാണ്. അപ്പോൾ അതേപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലെ ഫീച്ചർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ NiYaS Pro എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അവിടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഇൻ്റർഫേസ്. അതിൽ ഡിവൈസ് എന്നുള്ളതിൽ പോയിട്ട് നമുക്കിവിടെ ഡിവൈസ് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷൻ ഓൺ ആക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വാച്ച് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും, അറിയാനായിട്ട്. അപ്പോൾ ലൊക്കേഷൻ ഓൺ ആക്കിച്ച് നമ്മുടെ വാച്ച് ഇവിടെ സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ വാച്ചിൽ ബ്ലൂടൂത്ത് ആണെങ്കിൽ ഒന്ന് ഓൺ ആക്കി വെക്കാം. അപ്പം ഇതിങ്ങനെ സ്കാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് വരുന്നേ ഇല്ല. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ഫോണിൽ ഓൺ ആക്കണം. ബ്ലൂടൂത്ത് ഓൺ ആക്കിയാലേ ഇത് വരുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്ലൂടൂത്ത് ലൊക്കേഷനും ആദ്യം ഓൺ ആക്കിയിട്ട് വേണം സ്കാൻ ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാച്ചിൽ ടൈമൊക്കെ സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ വാച്ച് ഫേസിലേക്ക് പോയി നോക്കാം. അപ്പോൾ കുറച്ച് ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരുപാടധികം വാച്ച് ഫേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള വാച്ച് ഫേസ് ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള, അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള വാച്ച് ഫേസ് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വാച്ച് ഫേസ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഈ കാണുന്ന വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്യണം. അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതെന്തായാലും ഒന്ന് സ്പീഡാക്കാം വീഡിയോ. അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്ത് സ്പീഡാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വാച്ചിലേക്ക് ആ ഒരു വാച്ച് ഫേസ് ഇപ്പോൾ എത്തുന്നതായിരിക്കും. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ വാച്ച് ഫേസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത വാച്ച് ഫേസിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് നമുക്ക് ഇതിൽ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള വാച്ച് ഫേസ് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്, ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ IR ടെക്നിക്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ പ്രൈസിലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് സെയിലാക്കുന്നത്. 1499 രൂപയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. 1499 രൂപയ്ക്ക് നല്ലൊരു വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടെ നിങ്ങൾക്ക് എയർപോഡ്സ് Pro 2 ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. IR ടെക്നിക്സിൻ്റെ ഈ ഒരു ഓഫർ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക. കാരണം IR ടെക്നിക്സ് മാത്രമേ ഈ ഒരു ഓഫർ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു വാച്ചിനപ്പുറം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എയർപോഡ്സ് Pro 2 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 1499 രൂപയാണ് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസ്. അതിനൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും എയർപോഡ്സ് Pro 2. പിന്നെ അതിന് കേസും കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാതെ വരയ്ക്കും. ബൈ ബൈ.